ബിസിനസ് ഫിനാൻസ് സ്ഥാപനങ്ങളെ അടുത്തറിയാനും അവരുടെ സ്കീംസും ഓഫേഴ്സും നിങ്ങളിലേക്ക് എത്തിക്കാനും മൈഫിൻ TV കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് ബിസിനസ് അവേഴ്സ്. ഇന്ന് ബിസിനസ് അവേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലും UAE-ലും ഒരുപോലെ ഫേമസ് ആയ അഹല്യ ഗ്രൂപ്പ്സ് ആണ്. 1984 ഹൈ ക്വാളിറ്റി മെഡിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഒരു ചെറിയ ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്ത അഹല്യ ഗ്രൂപ്പ് ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലും ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിലും ഒരുപോലെ സക്സസ്ഫുൾ ആണ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് അഹല്യ ഗ്രൂപ്പ്സിന്റെ ഫിനാൻഷ്യൽ സെക്ടറായ ഫിൻഫോറക്സിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ മുന്നിലാണ്. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്തോട്ട് പോയി കാണാം. ഇവിടുത്തെ ഫോറക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടുത്തെ വിശേഷം എന്താ നമുക്കൊന്ന് നോക്കാം. ഫോറക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായ നിമേഷ് സർ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് സർ തന്നെ നമ്മളോട് പറയും. അഹല്യ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോറിൻ എക്സ്ചേഞ്ചിലും ട്രാവൽ സർവീസിലും ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഉള്ള കേസ് എടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഇനീഷ്യൽ ആയിട്ടുള്ള ഫീസ് തൊട്ട് ദെൻ ടേം ഫീസ് അതിനകത്ത് വരുന്നുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴുള്ള കറൻസിയും ഫോറക്സ് കാർഡ് സർവീസ്, അതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ വിദേശത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള GIC അക്കൗണ്ട്, ബ്ലോക്കഡ് അക്കൗണ്ട്, അങ്ങനെയുള്ള എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് പേയ്മെൻറ്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടൂർ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും അവിടെയുള്ള ഹോട്ടൽ ബുക്കിംഗ്, അതിനുള്ള ഏജൻറ്റ് റിലേറ്റഡുള്ള പേയ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ വിസ സർവീസ്, എമിഗ്രേഷൻ സർവീസ്, ഇങ്ങനെയുള്ള ഒത്തിരി റെമിറ്റൻസ് റിലേറ്റഡുള്ള സർവീസ് അഹല്യ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് സൊല്യൂഷനായിട്ട് അത് കറൻസി ആയിക്കോട്ടെ, ട്രാവൽ കാർഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റെമിറ്റൻസ് ആയിക്കോട്ടെ, ഒരു കോർപ്പറേറ്റ് സൊല്യൂഷൻ അഹല്യയിൽ ലഭ്യമാണ്. അഹല്യ ഓഫർ ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ചിൽ പ്രധാന സർവീസ് എന്ന് പറയുന്നത് കറൻസി റിലേറ്റഡ് ഉള്ളതും കറൻസി ബൈ സെൽ സർവീസ് ഉണ്ട്, റെമിറ്റൻസ് സർവീസ് ഉണ്ട്. അത് പേഴ്സണൽ റെമിറ്റൻസ് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പർപ്പസ് ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, വിസ, അതുപോലെ പർപ്പസ് ഓറിയന്റഡ് റെമിറ്റൻസ് ആവാം. ദെൻ ഫോറക്സ് കാർഡ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോറിൻ എക്സ്ചേഞ്ച് ലെവലിൽ അഹല്യ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു ട്രാവൽ ചെയ്യുന്ന പേഴ്സൺ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ആദ്യം വേണ്ട സർവീസ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് റിലേറ്റഡ് ആണ്. അഹല്യ ഒരു എക്സ്ക്ലൂസീവ് ഒരു ടിക്കറ്റ് റിലേറ്റഡ് സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ടൂർ റിലേറ്റഡ് സർവീസ്, ടൂർ പാക്കേജ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ വിസ അസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു സർവീസ് ഓറിയന്റഡ് ലെവൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അത്ര കൃത്യതയുള്ള സർവീസ് ഓഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് അഹല്യയിൽ ലഭ്യമാണ്. നമ്മളെപ്പോഴും കെയർഫുൾ ആവേണ്ട ഒരു കാര്യം, ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് സർവീസ് എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോട് കൂടിയ സ്ഥാപനങ്ങൾ മാത്രം സമീപിക്കുക. അഹല്യ ഫിൻഫോറക്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ്ഡ് ഡീലർ കാറ്റഗറി 2 ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഇത് ഞങ്ങളുടെ NBFC ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഗോൾഡ് ലോൺ ഡിവിഷൻ ഉണ്ട്, ഗോൾഡിന്റെ റിസ്ക് ആൻഡ് റിക്കവറി ഉണ്ട്, അതുപോലെ കാർ ലോൺസ്, പ്രോപ്പർട്ടി ലോൺസ്. ഇപ്പോൾ ബ്രാഞ്ചസിനുള്ള സപ്പോർട്ട് എല്ലാം ഇവരാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഞങ്ങളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവരാണ് ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഇൻക്ലൂഡിങ് ഫണ്ട് മൊബിലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസിന്റെ എല്ലാം ഹെഡ് ഓഫീസിലാണ്. സർ, NBFC എന്ന നിലയിൽ എന്തൊക്കെ ലോൺ ഫെസിലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കും. ഞങ്ങൾ അഹല്യ ഫിൻഫോറക്സ് ലിമിറ്റഡ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ വരുമാനങ്ങൾക്ക് അനുസൃതമായി ദിവസ മാസ തവണകളായി തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഗോൾഡ് ലോൺ, കാർ ലോൺ, പ്രോപ്പർട്ടി ലോൺ, കൺസ്യൂമർ ലോൺ എന്നീ ലോണുകൾ വളരെ മികച്ച രീതിയിൽ നൽകി വരുന്നു. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഏറ്റവും മികച്ച ആദായം നൽകുന്ന നിരവധി നിക്ഷേപ പദ്ധതികളും ഞങ്ങൾ നൽകി വരുന്നു. സാധാരണ ഗോൾഡ് ലോണുകൾ ഉപരിയായിട്ട് മറ്റിടങ്ങളിൽ വലിയ പലിശയിലിരിക്കുന്ന ലോണുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അഹല്യയിലേക്ക് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കും. റീസെൻ്റ്ലി ഞങ്ങൾ വളരെ അഗ്രസീവായിട്ട് വന്നുള്ളൊരു മേഖല എന്ന് പറയുന്നത് യൂസ്ഡ് കാർ ലോൺ മേഖലയിലാണ്. അവിടെ നമുക്ക് താരതമ്യേന ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് സാധാരണക്കാരനും അഫോർഡ് ചെയ്യുന്ന രീതിയിലേക്ക് EMI കൊടുത്ത് എല്ലാവർക്കും ഒരു കാർ എന്നുള്ളൊരു മോഹത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ആണ്. ചെറുകിട സ്ഥാപനങ്ങൾ തുടങ്ങി വലിയ കമ്പനീസ് വരെയുള്ളവർക്ക് നമുക്ക് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർട്ടി ലിങ്ക്ഡ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് അവരുടെ ഇൻകം എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ മന്ത്ലി ടേൺ ഓവർ ബേസ് ചെയ്തിട്ടുള്ള ഇൻകം വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി കളക്ഷൻസ് എടുക്കാൻ പറ്റുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ഫെസിലിറ്റിയും കൂടി കൊടുക്കും. അവരുടെ വരുമാനം ഡെയിലി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ദിവസേന അടച്ചു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക്
MSME ലോൺ പോലത്തെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളോട് ഇവിടുത്തെ സർവീസിനെ പറ്റിയൊക്കെ ചോദിക്കാം. ഹായ്, പേരെന്താ? എൻ്റെ പേര് ആനന്ദ്. ആനന്ദ് ഇവിടെ എന്ത് സർവീസിന് വേണ്ടി? ഞാൻ എൻ്റെ ബ്രദറിന്റെ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നു. ആളെ കാനഡയിലാണ്. അതിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ അഹല്യയിലെ സർവീസ് ഒക്കെ? ഞാൻ എപ്പോഴും അഹല്യ തന്നെയാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ എവിടെ പോയാലും ട്രാവലിംഗ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും എല്ലായിടത്തും ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ എല്ലായിടത്തും ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ഭയങ്കര പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. അതൊക്കെ നമുക്കൊരു കൺവീനിയൻസ് ഭയങ്കര ഒബ്വിയസ്ലി. എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിയിലൊക്കെ ഞാൻ അഹല്യ റെക്കമെൻഡ് ചെയ്യാം. പോയി കഴിഞ്ഞാലും പെട്ടെന്ന് അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ നല്ല പെരുമാറ്റവും ഒക്കെയാണ്. നമുക്കതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് വർത്തിയാണ്. നമുക്ക് പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് നടക്കും എന്നുള്ള ഒരു ഇതാണ്. ഫോറക്സ് വിങ്ങിൽ പ്രധാനമായിട്ടും ഇന്റർനാഷണൽ റെമിറ്റൻസ്, ഫോറിൻ കറൻസി, ട്രാവൽ കറൻസി കാർഡ് തുടങ്ങിയ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അഹല്യ ഫിൻഫോറക്സിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ച് ആലുവയിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ആലുവക്കാർക്കും ബാങ്ക് ജംഗ്ഷനിലുള്ള ഫിൻഫോറക്സ് സർവീസസ് ഈസിയായി ലഭിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോട്ടക് സെക്യൂരിറ്റിയുമായി ചേർന്നിട്ടാണ് അഹല്യ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൾമോസ്റ്റ് എല്ലാ AMCകളുടെയും മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ക്ലയൻസിൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻ ഓറിയൻറ്റഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് സൊല്യൂഷൻ, അതായത് നമ്മളുടെ റിട്ടയർമെൻറ്റ് ശേഷമുള്ള കോംപ്ലക്സിറ്റി ഒഴിവാക്കാനായി റിട്ടയർമെൻറ്റ് സൊല്യൂഷൻ ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഭാവിയിൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനും മറ്റ് ചിലവുകൾക്കുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ചിൽഡ്രൻസ് ഫണ്ടുകൾ ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റി ഇഷ്ടമല്ലാത്ത കസ്റ്റമേഴ്സ്, ഒരു സ്റ്റേബിളായിട്ടുള്ള പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടി ബാലൻസ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥിരമായ ഒരു ഇൻകം ആണ് ഒരു കസ്റ്റമർ നോക്കുന്നതെങ്കിൽ നമ്മൾ NCD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടാക്സ് ഫ്രീ ബോൺസുകൾ, ക്യാപിറ്റൽ ഗെയിൻ ബോൺസുകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഹൈ നെറ്റ്വർത്ത് ക്ലയൻസിന് വേണ്ടി സെലക്റ്റഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സിൻ്റെ PMS സ്കീംസ്, അതേപോലെ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ, ഇതെല്ലാം നമ്മൾ അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, അതായത് പ്രോസ്പെക്റ്റീവ് ഉള്ള കമ്പനികളുടെ ഷെയറുകൾ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് അഹല്യയ്ക്ക് കഴിയുന്നു. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്ട്സുകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അഹല്യ ഒരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമുക്കിതിന്റെ MD ആയ മിസ്റ്റർ ഭുവനന്ദൻ സാറിനെ മീറ്റ് ചെയ്യാം. ഹായ് സർ. ഹായ്, പ്ലീസ്. താങ്ക് യു സർ. അഹല്യ IPO-നൊക്കെ പോവാന്ന് കേട്ടു. അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങോട്ടിരിക്കാം. ആഫ്റ്റർ കോവിഡ് എന്നൊരു പീരീഡിൽ കുറേ ചേഞ്ചസ് എല്ലാ സെക്ടേഴ്സിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അഹല്യ ഫിൻഫോറക്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആഫ്റ്റർ കോവിഡ് വന്നേക്കുന്നത്? കോവിഡിന് ശേഷം ഓൾമോസ്റ്റ് ആഫ്റ്റർ 5 year ഒരു ട്രമൻഡസ് ചേഞ്ച് അഹല്യയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി എവറി ഇയർ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഡബിൾ ചെയ്യാൻ സാധിച്ചു. പുതിയ പ്രൊഡക്റ്റ് റേഞ്ചുകൾ കൊണ്ടുവരാൻ സാധിച്ചു. കാർ ലോൺ, അതുപോലെ പ്രോപ്പർട്ടി ലോൺ, അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ള ബിസിനസ് ലോൺ, ഈ സെഗ്മെൻറ്റിലൊക്കെ വളരെയധികം ഫോക്കസ് കൊണ്ടുവരാൻ സാധിച്ചു. അത് പ്രോഫിറ്റബിലിറ്റിയിൽ വളരെയധികം ബാധിച്ചു. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഒരു സ്കേഴ്സിറ്റി ഫിനാൻസ് സെക്ടറിൽ സംഭവിച്ചു. ആ സെഗ്മെൻറ്റിലേക്ക് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് റീസെൻ്റായിട്ട് ബാലൻസ് ഷീറ്റിലാണെങ്കിലും പ്രോഫിറ്റബിലിറ്റിയിലൊക്കെ സംഭവിച്ചത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എമംഗ് യൂത്ത്. ഇപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ആഫ്റ്റർ കോവിഡ് കുറച്ചും കൂടെ പോപ്പുലറായി, ആൾക്കാർക്ക് അതിനെപ്പറ്റി കൂടുതൽ നോളേജ് വന്നു തുടങ്ങി. അപ്പം നമ്മുടെ കറന്റ് യൂത്തിനോട് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് സാറിന് എന്താ പറയാനുള്ളത്? ലൈക്ക് ഹൗ ഷുഡ് ദേ ടേക്ക് ഇറ്റ് അഹെഡ്? റീസെൻ്റായിട്ട് വലിയൊരു ചേഞ്ച്, ശരിക്കും ട്രമൻഡസ് ചേഞ്ച് ഫിനാൻസ് സെക്ടറിൽ സംഭവിച്ചിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ, എസ്പെഷ്യലി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, അവരെല്ലാം വെൽ അവെയർ ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്. അതുപോലെ ലാസ്റ്റ് 10 years ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന റിട്ടേൺ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 20% മുകളിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സ് എല്ലാം വെൽ അവെയർ ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. അവർക്ക് വലിയൊരു എക്സ്പോഷർ കിട്ടുകയാണ്. വലിയ മാറ്റം കോവിഡിന് ശേഷം. അത് നമ്പർ ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിലും തന്നെ ഇന്ത്യയുടെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ വളരെ ആക്റ്റീവായിട്ട് കൂടിയിട്ടുണ്ട്.
അപ്പം ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു കറൻ്റ്ലി ഒരു മാർക്കറ്റ് കറക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയായിരിക്കും സാർ എൻ്റെ ഒരു അഭിപ്രായത്തിലേക്ക് അത് സസ്റ്റെയിൻ ചെയ്യുമോ, അത് അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? കറക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. അത് ഇപ്പോഴത്തെ രീതിയിൽ കുറച്ചുകൂടെ കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. തേർഡ് ക്വാർട്ടറും കുറച്ച് മോശമാകാനുള്ള സാധ്യതയുണ്ട്. ഫോർത്ത് ക്വാർട്ടറോട് കൂടി കുറച്ചുകൂടെ റിക്കവറി നമുക്ക് സംഭവിക്കാം. പിന്നെ US എലക്ഷൻ കഴിഞ്ഞു. ട്രംപിൻ്റെ പോളിസി തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം എഫക്റ്റ് ചെയ്യാം. കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് കുറച്ച് ഹയർ പ്രൈസ് ആണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ലാസ്റ്റ് മന്ത് FISന്റെ വിഡ്രോവൽ ഓൾമോസ്റ്റ് 94,000 crores ഒക്ടോബറിൽ വിഡ്രോവൽ വന്നു. എഗെയിൻ നവംബർ എഗെയിൻ അവർ വിഡ്രോവൽ മോഡലാണ്. അത് തീർച്ചയായിട്ടും ഫോർ ടൈം ബീങ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കറന്റ് അത് സസ്റ്റെയിൻ ചെയ്യാനാണ് സാധ്യത. ഒരു കമ്മിങ് ഒരു 3 months ഇത് ഇനിയും ഫർദർ കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റ്. അഹല്യ ഫിൻഫോറസ്റ്റിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഡ്രീമാണ് ഒരു IPO എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ലാസ്റ്റ് 5 year കണ്ടിന്യൂസ് ഞങ്ങൾ പ്രോഫിറ്റിലാണ്. അപ്പോൾ ഞങ്ങളൊരു ടാർഗറ്റ് അടുത്ത ഫിനാൻഷ്യൽ ഇയറോട് കൂടി ഒരു IPO മൂവാണ്. അതിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കൂടുതൽ ബ്രാഞ്ച് എക്സ്പാൻഷൻ, ഞങ്ങൾ ഒരു പാൻ ഇന്ത്യ പ്രസൻസ് എന്നുള്ള രീതിയിൽ മൂവ് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഒരു 40 ബ്രാഞ്ചസ് ഞങ്ങളുടെ പൈപ്പ് ലൈനിലുണ്ട്. ബ്രാഞ്ച് എക്സ്പാൻഷൻ മോഡലാണ്. ദെൻ അടുത്ത വർഷത്തോടു കൂടി ലിസ്റ്റിങ്ങിന് പോകുക എന്നുള്ളതാണ്. അതിൻ്റെ ഇനീഷ്യൽ മൂവ് എല്ലാം കഴിഞ്ഞു. ഓക്കെ സാർ, അപ്പം ഓൾ ദ ബെസ്റ്റ്, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ. മൈ ഫിൻ TVയുടെ വക ഓൾ ദ സക്സസ് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.